ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ ഒരു ക്രൂഷ്യൽ ആസ്പെക്റ്റായ എക്സ്പ്ലെയിനബിൾ എഐയെ കുറിച്ചിട്ടാണ്. ഇപ്പം നമുക്കറിയാലോ, ഈ കാലം കടന്നു പോകും തോറും നമ്മൾ ഉപയോഗിക്കുന്ന പല AI മോഡൽസും കൂടുതൽ കോംപ്ലക്സും അവരെടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പിന്നിൽ വർക്കിംഗ് വരുന്നതെല്ലാം കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണ് എക്സ്പ്ലെയിനബിൾ എഐയുടെ യൂസ് വരുന്നത്. എക്സ്പ്ലെയിനബിൾ AI എന്ന് പറയുന്നത് ഒരു ഷൈനിങ് ലൈറ്റ് പോലെയാണ്. ഇതൊരു സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ്. AI മോഡലിൻ്റെ പിറകിൽ നടക്കുന്ന വർക്കിങ്ങിനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ലൈക്ക് ഇപ്പം നമ്മുടെ ലോൺ പ്രെഡിക്റ്റീവ് സിസ്റ്റം ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഡിസിഷൻ എടുക്കാൻ, അതായത് ഇയാൾക്ക് ലോൺ കൊടുക്കണം എന്ന ഡിസിഷൻ എടുക്കുന്നതിന് പുറകിലെ ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എക്സ്പ്ലെയിനബിൾ AI എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ AI ലോൺ പ്രഡിക്ഷൻ സിസ്റ്റത്തിൽ നമ്മുടെ ഈ എക്സ്പ്ലെയിനബിൾ AI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ലൈം എന്ന് പറയുന്നത്, അതായത് ലോക്കൽ ഇന്റർപ്രറ്റബിൾ മോഡൽ അഗ്നോസ്റ്റിക് എക്സ്പ്ലനേഷൻ. സോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ലോൺ എടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ലോൺ പ്രഡിക്റ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ പ്രഡിക്ഷൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ഈ ലോൺ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്റ്റ് ആവാൻ, ഡിനൈഡ് ആവാൻ കാരണം എന്നും കൂടി നമുക്ക് പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ലോൺ പ്രഡിക്റ്റീവ് സിസ്റ്റം ഒരു ലോൺ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നിൽ അത് അനലൈസ് ചെയ്ത് പറയുന്ന കാര്യം ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ആ കൊടുത്ത ആപ്ലിക്കൻറ്റിന് ഇപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകവും ഹൈ ക്രെഡിറ്റും ഉണ്ടാവും എന്നതായിരിക്കും. സോ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രഡിക്റ്റീവ് സിസ്റ്റം ഒരു ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിനൈ ചെയ്യാൻ പിറകിലുള്ള കാരണം എന്ന് പറയുന്നത് അയാളുടെ ലോ ഡെപ്റ്റ് ടു ഇൻകം റേഷ്യോ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഷേപ്പ് ആണ്. അപ്പം ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്ലി അഡിക്റ്റീവ് എക്സ്പ്ലനേഷൻ. അപ്പം ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ ഓരോ ഫാക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് അസൈൻ ചെയ്യും. ലൈക്ക് ഇപ്പം ലോണിൻ്റെ കേസാണെങ്കിൽ ഒരാളുടെ ഇൻകം, അയാളുടെ ക്രെഡിറ്റ് പോയിന്റ്, അതുപോലെ തന്നെ അയാൾക്ക് ഡെപ്റ്റ് ഉണ്ടോ, അതുപോലെ ഓരോ കേസസിനും അവർ പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അസൈൻ ചെയ്തിട്ട് അതിൽ വരുന്ന ബയസിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമാണ് അതിൽ നിന്നൊരു ഡിസിഷൻ തരുന്നതും അതിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നതും. സോ അപ്പം ഇത്തരമൊരു ടെക്നിക്ക് നമുക്ക് റീസൺ തരുന്നുണ്ടാവാം. ഈ വരുന്ന ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സിൽ ഏത് ഫാക്ടറാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് വരുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഫാക്ടർ ആയിരിക്കും അതിന് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം. എക്സ്പ്ലെയിനബിൾ AI പിന്നെ നമുക്ക് യൂസ് വരുന്നത്, ലോൺ അല്ലാതെ പിന്നെ നമുക്ക് യൂസ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളെ മെഡിക്കൽ ഡീറ്റെയിൽസ് ലൈക്ക് MRI സ്കാൻ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ എടുത്തിരിക്കുന്ന ഒരുപാട് മെഡിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ AI സിസ്റ്റത്തിലേക്ക് കൊടുക്കാമെന്ന് വിചാരിക്കാം. അത് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സഹിതം നമുക്ക് തരുന്ന ഒരു സിസ്റ്റം. അത് നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക്, അതായത് ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന രീതിയിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഒന്നുകൂടി എൻഹാൻസ് ആവുകയും അത് പേഷ്യൻസിനെ ഒരുപാട് സഹായിക്കുകയും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്കുള്ള ചിലവുകൾ ഒരുപാട് ചുരുക്കാൻ സഹായിക്കുകയും ഇത് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ റീസണിങ് തരുന്ന ഒരു മെഡിക്കൽ AI സിസ്റ്റം ഡോക്ടേഴ്സും AIയും തമ്മിലുള്ള ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. എക്സ്പ്ലെയിനബിൾ AIയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ചെറുതായിട്ടൊക്കെ ഉപയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ AI മോഡൽസിലേക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലെ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ആസ്പെക്ട്സ്, അതിൻ്റെ വരുന്ന പൊട്ടൻഷ്യൽ ബയസസ്, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ നൽകിക്കൊണ്ട് യൂസറും ആ ഒരു AI സിസ്റ്റവും തമ്മിൽ ഉള്ള ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലെയിനബിൾ AIയുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി AIയുടെ പൊട്ടൻഷ്യൽ എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് മോർ അബൌട്ട് XAI, താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ് ഓൺ ഇറ്റ്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.